ഗുഡ് ആഫ്റ്റർനൂൺ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. മലപ്പുറം SP ആയിരുന്ന എസ് സുജിത് ദാസിനെതിരെ ബലാത്സംഗ ആരോപണവുമായി വീട്ടമ്മ. കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട് തന്റെ പരാതി അന്വേഷിക്കാനെത്തിയ പൊന്നാനി SHO വി വിനോദ് പീഡിപ്പിച്ചെന്നും പിന്നീട് DYSP VV ബെന്നി ഉപദ്രവിച്ചെന്നും പരാതിയുണ്ട്. വ്യാജ ആരോപണമാണെന്നും മാനനഷ്ട കേസ് നൽകുമെന്നും സുജിത് ദാസ് 24-നോട് പറഞ്ഞു. മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണമുയർന്നതെന്ന് VV ബെന്നിയും പ്രതികരിച്ചു. വ്യാജ ആരോപണമെന്നായിരുന്നു വി വിനോദിന്റെയും മറുപടി. കൊച്ചീസ കഴിഞ്ഞപ്പോ വിളിച്ച് കൊച്ചിനെ കൊണ്ടുവരണ്ട നീ തനിച്ച് വായോന്ന്. അപ്പൊ ഞാൻ പോയി SP ഓഫീസും കഴിഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയി. ഞാൻ അവിടെ പോയപ്പോ SP മാത്രം. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തന്റെ പരാതി അന്വേഷിക്കാൻ ആദ്യം വീട്ടിലെത്തിയത് പൊന്നാനി SHO വിനോദ്. പരാതി അന്വേഷിക്കാനെന്ന പേരിലെത്തിയ വിനോദ് തന്നെ പീഡിപ്പിച്ചു. പിന്നീട് DYSP VV ബെന്നിയെ സമീപിച്ചപ്പോഴും ഉപദ്രവമുണ്ടായി. ഇതിൽ പരാതിപ്പെട്ട് SP സുജിത് ദാസിനെ സമീപിച്ചപ്പോൾ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ബലാത്സംഗം ചെയ്തു. പിന്നീട് ഒരിക്കൽ കൂടി പീഡിപ്പിച്ചെന്നും യുവതി ആരോപിക്കുന്നു. SHO വിനോദിനെതിരായ പരാതി വിവിധ തലങ്ങളിൽ അന്വേഷിച്ചതാണെന്നും തെളിവ് കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ആരോപണത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് എസ് സുജിത് ദാസ് 24-നോട്. ഞാൻ ഇതിന്റെ പുറകിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഞാൻ കാണുന്നുണ്ട്. നിയമപരമായിട്ട് എടുക്കേണ്ട നടപടികൾക്ക് ക്രിമിനലായിട്ടും സിവിലായിട്ടും ഉള്ള ഡീഫേമേഷൻ നടപടികൾ ഞാൻ ചെയ്യുന്നുണ്ട്. മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് തനിക്കെതിരെ ആരോപണമെന്നാണ് DYSP VV ബെന്നിയുടെ പ്രതികരണം. ഞാൻ ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്താണ് മുട്ടിൽ മരമുറി കേസ് ഉണ്ടാകുന്നത്. എനിക്കെതിരെയുള്ള ആരോപണം ആദ്യം പുറത്തുവിട്ടിരിക്കുന്ന ഒരു ചാനൽ, അതിലാണ് ഇന്റർവ്യൂ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ചാനലിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ കേസിലെ മെയിൻ അക്യൂസ്ഡ് ആണ്. പണം തട്ടാനുള്ള നീക്കം തടഞ്ഞതാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്ന് SHO വിനോദ് പറഞ്ഞു. ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് വിശദമായി അന്വേഷിക്കാം. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരോട് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. 2 വർഷം മുൻപാണ് പീഡനമുണ്ടായതെന്ന് വീട്ടമ്മ പറയുന്നു. എസ് സുജിത് ദാസിനെതിരെ PV അൻവർ വെളിപ്പെടുത്തലുകൾ നടത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ താൻ തുറന്നു പറയുന്നതെന്നും വീട്ടമ്മ. 24 മലപ്പുറം. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പരാതിയിൽ വെളിപ്പെടുത്തലിൽ SHO വിനോദിന്റെയും ഒപ്പം തന്നെ DYSP VV ബെന്നിയുടെയും പ്രതികരണം. കൂടുതലായി അവരെന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്, അവരുടെ വിശദീകരണം എന്താണ് എന്നുള്ളത് കേൾക്കാം ഒരിക്കൽ കൂടി. തീർത്തും അടിസ്ഥാനരഹിതമായ 100% കളവായ ഒരു പരാതി. അതാണ് ആദ്യമേ പറയാനുള്ളത്. ഒരടിസ്ഥാനവും ഇല്ലാത്ത പരാതി. ഇങ്ങനെയൊരു സംഭവം ഒരു തരത്തിലും സംഭവിക്കാത്ത കാര്യം തന്നെയാണ്. അന്വേഷിക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ അന്വേഷണം നടത്തിയിരുന്ന ഇൻസ്പെക്ടർ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ള പരാതി പറയുകയും ആ കാര്യത്തിലും അന്വേഷണം നടത്തിയ സമയത്ത് കളവായ പരാതി എന്ന് ബോധ്യപ്പെടുകയും ഞാൻ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം. ഞാൻ ഈ കൊടുത്ത അന്വേഷണ റിപ്പോർട്ടിന് പുറമെ അന്നത്തെ SP സാറ് അത് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ കൊണ്ട് വീണ്ടും അന്വേഷണം നടത്താൻ വേണ്ടി കൊടുക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയും അന്വേഷണം നടത്തി കളവാണെന്ന് ബോധ്യപ്പെട്ട് പരാതി അവിടെ SPക്ക് കൊടുക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു സംഗതി മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട സംഗതിയിൽ ഞാൻ ഇടപെട്ടിരിക്കുന്ന സംഗതി. അല്ലാതെ ഈ സ്ത്രീയെ വിളിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല. ഞാൻ ബത്തേരി മരമുറി കേസ് ഉണ്ടാകുന്നത് ആ സമയത്ത് അതിന്റെ അന്വേഷണം ഞാനായിരുന്നു നടത്തിയിരുന്നത്. തുടർന്ന് അവിടുന്ന് ട്രാൻസ്ഫർ ആയി തിരൂർ വന്നപ്പോഴും തിരൂരിൽ നിന്ന് താനൂർ പോയപ്പോഴും പോലീസ് അംഗങ്ങളുടെ പേഴ്സണൽ ചാറ്റുകളിലും മറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യസന്ധമായാണ് മുട്ടിൽ മുറി കേസ് ബെന്നി സാറ് അന്വേഷിച്ചിട്ടുള്ളത്. അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ സമീർ C മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും വിവരങ്ങൾ നൽകാം. ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, SHO വിനോദ് ആരോപണം പൂർണ്ണമായും തള്ളുന്നു. അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പരാതി, വീട്ടമ്മയുടെ പരാതി, തൻ്റെ നിർദ്ദേശപ്രകാരം FIR ഇട്ടു, കേസ് ഒത്തുതീർപ്പാക്കാൻ വീട്ടമ്മ ശ്രമിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനോദ് വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണത്തെ വെളിപ്പെടുത്തലിനെ വിനോദ് വിശദീകരിക്കുന്നത്? അതിനുള്ള മറുപടി വിനോദിൻ്റേത് എങ്ങനെയാണ് സമീർ? റീജിത്ത്, വിനോദ് ആദ്യം തന്നെ പറയുന്നത് പോലീസ് സ്റ്റേഷന് പുറത്തു നിന്ന് ഈ പരാതിക്കാരിയെ ഒരു ഘട്ടത്തിൽ പോലും താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ല. നേരത്തെ DYSPയും സ്പെഷ്യൽ ബ്രാഞ്ചും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ച സമയത്ത് അന്വേഷണം നടത്തി ഇതിൽ കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ടതാണ്. നിലവിൽ വിനോദ് വ്യക്തമാക്കുന്നത് നേരത്തെ അദ്ദേഹം പൊന്നാനി സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഈ പരാതിക്കാരി അവരെ അല്ലെങ്കിൽ മാനഹാനി വരുത്തി എന്നുള്ള ഒരു പരാതിയുമായി ഈ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്താനിരിക്കെ
ഈ പോലീസിന് ഒരു അനോണിമസ് കോൾ വരികയാണ് വിനോദ് എന്ന് പറയുന്ന CIക്ക് ഈ സ്ത്രീയെ ഇവരുടെ പരാതി ശ്രദ്ധിക്കണം, ഇവർ ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകി പണം വാങ്ങി സെറ്റിൽമെന്റ് നടത്തുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട് എന്നുള്ള ഒരു വിവരം ഈ CI വിനോദിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിനോദ് ഈ പോലീസ് സ്റ്റേഷനിൽ നിർദ്ദേശം നൽകുകയാണ്, ഇവരുമായി വരുന്ന എല്ലാ പരാതികളിലും കേസ് ആദ്യഘട്ടത്തിൽ തന്നെ കേസ് എടുക്കണം, മറ്റൊരു ചർച്ചയിലേക്ക് പോകരുത് എന്ന് വിനോദ് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിന് പിന്നാലെ മറ്റൊരു പരാതിയുമായി ഇവർ വന്ന സമയത്ത് ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം കേസ് എടുത്ത് തുടങ്ങിയതിനു ശേഷം ഈ പരാതിക്കാർ പിന്നീട് ഒരു പരാതിയുമായി സ്റ്റേഷനിലോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ CI വിനോദ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് പൊന്നാനി സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന നിലവിൽ താന്നൂർ കസ്റ്റഡി ഭരണ കേസിൽ നടപടി നേരിട്ട SI കൃഷ്ണലാൽ അന്ന് പൊന്നാനി സ്റ്റേഷനിലായിരുന്നു. ആ SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു നിലവിലെ ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ എന്നും ഈ വിനോദ് വളരെ കൃത്യമായി തന്നെ വെളിപ്പെടുത്തുന്നു. പിന്നീട് ഈ CIയുടെ ഈ കൃഷ്ണലാലിനെതിരെ ചില പരാതികൾ പൊന്നാനി സ്റ്റേഷനിൽ ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ CI എന്നുള്ള നിലയ്ക്ക് വിനോദിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SI കൃഷ്ണലാലിനെ ഇവിടെ നിന്നും താന്നൂർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റുന്നു. അതിന് പിന്നീടാണ് താന്നൂർ കസ്റ്റഡി ഭരണ കേസും ഈ ഒപ്പം തന്നെ നടപടിയും എല്ലാം തന്നെ SI കൃഷ്ണലാലിനെതിരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം ഈ വളരെ കൃത്യമായി ഈ വിനോദിനെതിരെ സ്ത്രീ പരാതി നൽകുന്നു. ആ പരാതി DYSP അന്വേഷിക്കുന്നു. അതിൽ കഴമ്പില്ലെന്ന് മനസ്സിലാക്കുന്നു. അതിന് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ചും അന്വേഷിക്കുന്നു. അതിലും കഴമ്പില്ലെന്ന് മനസ്സിലാക്കുന്നു. പിന്നീടാണ് ജില്ലാ പോലീസ് മേധാവിക്കും ഇവർ പരാതിയുമായി പോകുന്നത് എന്നുള്ളതാണ് ഈ വെളിപ്പെടുത്തൽ പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യാജ പരാതി നിരന്തരമായി നൽകി സെറ്റിൽമെന്റ് നടത്തുന്ന ഒരു സ്ത്രീ നിലവിൽ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരു പരാതി നൽകുന്നു എന്നുള്ളതാണ് ഈ വിനോദ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SI കൃഷ്ണലാലിന്റെ നടപടി നേരിട്ട് SI കൃഷ്ണലാലിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഇവർ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ DYSP VV ബെന്നിയെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി നിലവിൽ വന്നതെന്നും ഈ CI വിനോദ് വ്യക്തമാക്കുന്നു. ഏത് അന്വേഷണത്തെയും തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഈ വാർത്ത നൽകിയവർക്കെതിരെ ശക്തമായ നടപടി നേരിട്ടും ഇതൊരു വ്യാജ പരാതിയാണ്, ശക്തമായ നിയമ നടപടി നേരിടും, എല്ലാ തരത്തിലുള്ള നിയമ നടപടി നേരിടും, അതിന് പോലീസിൽ നിന്ന് തനിക്ക് ശക്തമായ പിന്തുണയുണ്ട് എന്നും ഈ CI വിനോദ് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയാണ്. ശരി, അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് SHO വിനോദിന്റെ വിശദീകരണം. സമീർ C മുഹമ്മദ് കൂടി കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. DYSP VV ബെന്നി എന്താണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ. സമീർ, മുട്ടിൽ മരമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. വളരെ ശാസ്ത്രീയമായ പരിശോധനയും ശാസ്ത്രീയമായ അന്വേഷണവും ഒക്കെ ആ കേസിൽ നടന്നു. അതിലെ ആരോപണ വിധേയരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നുണ്ട് DYSP VV ബെന്നി. ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് സമീർ? രജിത്ത്, ഈ കീഴുദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതി തനിക്ക് 2022 കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിന് ഒടുവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും അല്ലെങ്കിൽ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തുകയും ആ റിപ്പോർട്ട് SP-ക്ക് സമർപ്പിക്കുകയും ചെയ്തു. കൂടാതെ SP സ്പെഷ്യൽ ബ്രാഞ്ചിനെയും ഏൽപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തീകരിച്ചു. ആ ഘട്ടത്തിലൊന്നും തനിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോഴാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ആ സംശയത്തിന്റെ പശ്ചാത്തലം എത്തുന്നത് മുട്ടിൽ മരമുറി കേസിലേക്കാണ്. ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനവും അതിന്റെ ഉടമകൾക്കും ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മുട്ടിൽ മരമുറി കേസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായി നടന്ന ഒരു അന്വേഷണമാണ് അത് പ്രധാനമായും മരങ്ങളുടെ DNA പരിശോധിച്ചുകൊണ്ട് അതിന്റെ കാലപ്പഴക്കവും അതുപോലെ അതിന്റെ വിലയും ഒക്കെ നിശ്ചയിക്കുന്ന വളരെ അപൂർവമായിട്ടുള്ള ഒരു പരിശോധന. ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയതും അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP VV ബെന്നിയാണ്. സ്വാഭാവികമായും ഇത്തരമൊരു സംഭവവും അതുപോലെ തന്നെ ഈ സമീപകാലത്തെ ഏറ്റവും വലിയ വനംകൊള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തനിക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് തന്നെ സമ്മർദ്ദത്തിലാക്കാനോ മാറ്റാനോ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ വരുന്ന ഈ വാർത്ത എന്ന കാര്യവും അദ്ദേഹം നമ്മോട് പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. ക്രിമിനൽ കേസായും സിവിൽ കേസായും താൻ മുന്നോട്ട് പോകും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സത്യസന്ധമായ കേസ് അന്വേഷിക്കുന്നവരെ ഇത്തരത്തിൽ വരുതിയിലാക്കാനോ വരുതിയിലാക്കാത്തവരെ ഈ വിധത്തിൽ തേജോവധം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനോട് ഒരു തരത്തിലും സന്ധി ചെയ്യില്ല, നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഈ വിഷയത്തിൽ ഉടൻ തന്നെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ DGP-ക്കും പരാതി നൽകും. തുടർന്ന് കോടതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങും എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ ഉള്ളത് ഈ വിധത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ആരോപണങ്ങളാണ്. അതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന് VV ബെന്നി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശ്രീജിത്ത്, ശരി, വ്യക്തി വൈരാഗ്യത്തിന്റെ ഭാഗമായി ഗൂഢാലോചനയുടെ ഭാഗമായി തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണം എന്നാണ് DYSP VV ബെന്നി അതിനെ
അതിന് മറുപടി നൽകുന്നത്, അതിന് വിശദീകരിക്കുന്നത് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പോലീസുകാർക്കെതിരെയുള്ള വീട്ടമ്മ നടത്തിയ വെളിപ്പെടുത്തലുകൾ അത് ആഭ്യന്തര വകുപ്പിന് വെല്ലുവിളിയാകും. PV അൻവർ MLA വെളിപ്പെടുത്തലുകളാണ് തുറന്നു പറയാൻ തനിക്ക് ധൈര്യം നൽകിയതെന്ന് വീട്ടമ്മ പറയുന്നുണ്ട്. ഇതോടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ നടത്തുന്ന ആരോപണങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണപക്ഷ MLA PV അൻവർ നടത്തുന്ന വെളിപ്പെടുത്തലിൽ മുഖം രക്ഷിക്കാൻ പാടുപെടുന്ന ആഭ്യന്തര വകുപ്പിനെ വെട്ടിലാക്കിയാണ് ബലാത്സംഗ പരാതി. മലപ്പുറം മുൻ SP സുജിത് ദാസും പൊന്നാനി SHO ആയിരുന്ന V വിനോദും പീഡിപ്പിച്ചെന്നാണ് വീട്ടമ്മയുടെ പരാതി. പരാതി നൽകിയിട്ടും കേസൊതുക്കാൻ DYSP ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചുവെന്നും ആരോപണം. ഇപ്പോൾ ഈ പരാതി പറയാൻ ധൈര്യം കിട്ടിയത് MLA പോലീസുകാർക്കെതിരെ നടത്തുന്ന വെളിപ്പെടുത്തൽ തിരിച്ചറിഞ്ഞാണെന്നും പരാതിക്കാരി. PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും എയ്തുവിടുന്ന അമ്പുകൾ സേനയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യമുനമ്പിൽ നിർത്തുകയാണ്. അതിൽ കൂടുതൽ പരാതികളും മുഖ്യമന്ത്രിക്ക് എത്തുന്നു. നിലവിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അദ്ദേഹത്തെ ADGP സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നടത്തുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തെരുവിലടക്കം നടക്കുമ്പോഴാണ് ജില്ലയുടെ പോലീസ് മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥനെതിരെയടക്കം ലൈംഗിക പീഡന പരാതി വരുന്നത്. ഈ പരാതികളുടെ അന്വേഷണവും നിജസ്ഥിതിയും ഒരു തവണ വ്യാജ പരാതി എന്ന് പറഞ്ഞു തള്ളിയ പോലീസ് തന്നെയാണോ അന്വേഷിക്കുക എന്ന് കണ്ടറിയണം. വീട്ടമ്മയുടെ 2 വർഷം മുൻപുള്ള പരാതിയിൽ SP-യുടെ പേര് ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ട് പോലീസും പുറത്തുവിട്ടു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ പറയുന്നു. തുറന്ന പോരിലേക്ക് പോലീസും എത്തുകയാണെന്ന് വ്യക്തം. 24 മലപ്പുറം. സമ്മേളന കാലയളവിൽ CPIM നേതൃത്വത്തിന് സമ്മർദ്ദമുണ്ടാക്കിയ ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ. PV അൻവറിന്റെ ആരോപണങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുക്കുന്ന തീരുമാനം നിർണായകമാകും. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയ EP ജയരാജൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. PV അൻവറിനെ മുൻനിർത്തിയുള്ള CPIM-ലെ കൊട്ടാര വിപ്ലവം എന്ന പൊതുചിത്രമുണ്ടെങ്കിലും നേതൃത്വത്തിന് പ്രതിസന്ധി പലതാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആഭ്യന്തര വകുപ്പിനെയും ലക്ഷ്യം വെച്ചുള്ള അൻവറിന്റെ ആരോപണം ഇതിനോടകം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. 2ാം പിണറായി സർക്കാരിന് പ്രതിച്ഛായ പ്രശ്നമുണ്ടാക്കിയ പോലീസിൽ തിരുത്തു വേണമെന്ന് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിലുള്ള തിരുത്തിന് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. വിശ്വസ്തരെ മാറ്റിയാൽ അത് മുഖ്യമന്ത്രിയുടെ സമീപനങ്ങളെ തിരുത്തുക കൂടിയാകുമെന്ന പ്രതീതി പ്രതിപക്ഷം ആയുധമാക്കുമെന്നതാണ് മറ്റൊരു ഭയം. മുൻകൂട്ടി തീരുമാനിച്ചില്ലെന്നും ചർച്ച ചെയ്യേണ്ടതെല്ലാം ചർച്ച ചെയ്യുമെന്നുമായിരുന്നു സെക്രട്ടേറിയറ്റിന് മുൻപേയുള്ള ഇടതുമുന്നണി കൺവീനറുടെ പ്രതികരണം. അതെല്ലാം പാർട്ടി സെക്രട്ടറിയാണ് പറയേണ്ടത്. സെക്രട്ടറിയോട് സംസാരിച്ചാൽ മതി. കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി പറയുന്ന രീതിയിലല്ലോ. കമ്മിറ്റിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം കമ്മിറ്റിയിൽ വരും. സമ്മേളന കാലത്ത് പല വ്യാജ പ്രചാരണങ്ങളും നടക്കുന്നുവെന്ന് P ജയരാജൻ. നേരത്തെ ഉണ്ടായിരുന്നു PJ ആർമി. അപ്പോൾ PJ ആർമിയും ഞാനും തമ്മിലുള്ള ബന്ധം ഇല്ല എന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ഇടഞ്ഞു നിൽക്കുന്ന EP ജയരാജൻ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തില്ല. നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് EP ജയരാജൻ. EP-യുടെ മൗനവും CPIM-ൽ ചർച്ചയാകും. 24 തിരുവനന്തപുരം. ഒരുപാട് പ്രേക്ഷകർ കമൻറ്റുകളുമായി അവരുടെ അഭിപ്രായം അറിയിക്കുന്നുണ്ട് കമൻറ്റുകളിലൂടെ. അതിൽ പലരും സ്ഥിരം പ്രേക്ഷകരാണ്, നമുക്കൊക്കെ പരിചിതരായ പ്രേക്ഷകരാണ്. രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു ഇത്തവണത്തെ ഓണം ഉഷാറാക്കണം എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 24-ൽ പ്രത്യേകമായി കാഴ്ചകൾ, എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് 24 നടത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ രാജേന്ദ്രൻ വയല എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഉറപ്പായും ഇത്തവണത്തെ ഓണത്തിന് ചില സസ്പെൻസ് ഞങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വരും ദിവസങ്ങളിൽ എത്തും. മറ്റൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ, പരാതികൾ, ഇതിലൊക്കെ ഏതാണ് സത്യം ഏതാണ് കള്ളം എന്നറിയാത്ത തരത്തിലുള്ള ആശയക്കുഴപ്പം രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന പരാതികളിൽ അതിൻ്റെ ഭാഗമായി നടക്കുന്ന അന്വേഷണം നടക്കും. അതിനുശേഷം അക്കാര്യത്തിൽ നമുക്കൊരു ഉത്തരത്തിലേക്ക് ഉറപ്പായും എത്താൻ കഴിയും എന്നുള്ളതാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഓണാശംസകൾ നേർന്നുകൊണ്ടൊക്കെ ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ എത്തുന്നുണ്ട്. നേരിട്ട് നമ്മൾ പരിപാടി തുടങ്ങുന്ന ഘട്ടത്തിൽ വലിയ വാർത്തകളിലേക്ക് നേരിട്ട് നമ്മൾ കടക്കുകയായിരുന്നു. സമയത്തിനനുസരിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഒക്കെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. പ്രേക്ഷകരെ അവഗണിച്ചുകൊണ്ടൊരു വാർത്തായാത്ര നമുക്ക് സാധ്യവുമല്ല. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം പോലീസിന്റെ സ്വർണം പിടിക്കൽ സ്ക്വാഡിന്റെ ഇടിമുറി. വിമാനത്താവളത്തിന് പുറത്തേക്ക് പോകുമ്പോഴുള്ള പോലീസ് എയ്ഡ് പോസ്റ്റാണ് ഇടിമുറിയായി മാറിയത്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് നിയമിച്ച സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഇടിമുറി. സംശയമുള്ളവരെ ഇവിടെ എത്തിച്ചാണ് സ്ക്വാഡിന്റെ മർദ്ദന മുറകൾ. 24 എക്സ്ക്ലൂസീവ്. സ്വർണ്ണക്കടത്ത് പിടികൂടാനുള്ള ഉദ്ദേശത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തേക്കുള്ള വഴിയിൽ അനധികൃതമായി സ്ഥാപിച്ച എയ്ഡ് പോസ്റ്റ്. വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന യാത്രക്കാരിൽ സംശയം തോന്നുന്നവരെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എയ്ഡ് പോസ്റ്റിലെത്തിച്ച് മർദ്ദിക്കും.
ഇരുമ്പ് ദണ്ടുകൊണ്ട് തുടയുടെ മസിലിലടിച്ചാണ് ചോദ്യം ചെയ്യൽ. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും ഇങ്ങനെ മർദ്ദനമേറ്റു. പിതാവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇടിമുറിയിലെ മർദ്ദനം. എസ് സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോൾ നിയമിച്ച കുപ്രസിദ്ധരായ പോലീസുകാരാണ് ഇപ്പോഴും ഇടിമുറിയുടെ ചുമതലക്കാർ. ഇവർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിക്കാൻ ശുപാർശ ചെയ്തതും സുജിത് ദാസ് തന്നെ. CCTV ക്യാമറകൾ പോലുമില്ലാത്ത ഹെഡ് പോസ്റ്റിൽ കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് പോലും അനുമതിയില്ലാതെ പ്രവേശനമില്ല. 100-ലധികം യാത്രക്കാരെയാണ് ഇടിമുറിയിൽ മർദ്ദിച്ചിട്ടുള്ളത്. മർദ്ദനത്തിൽ പരാതിയുമായി എത്തുന്നവരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് പരാതി ഇല്ലാതാക്കുകയാണ് പതിവ്. CPIM നേതാക്കളെ പോലും മർദ്ദിച്ച കേസിൽ ആരോപണം നേരിടുന്നവരും മർദ്ദന സ്ക്വാഡിലുണ്ട്. ഇവരുടെ പ്രവർത്തനം കരിപ്പൂർ പോലീസിനും തലവേദനയാണ്. എസ് സുജിത് ദാസിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ SP നിയോഗിച്ച സ്ക്വാഡ് അംഗങ്ങൾക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ കേസ് ഡയറി നേരിട്ട് പരിശോധിക്കാൻ DGP. PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളും DGP പരിശോധിച്ചേക്കും. CBI അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് മുഹമ്മദ് ആട്ടൂരിന്റെ മകൾ അദീബ നൈന 24-നോട് പറഞ്ഞു. വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിനുൾപ്പെടെ പങ്കുണ്ടെന്നായിരുന്നു PV അൻവർ MLAയുടെ ആരോപണം. പിന്നാലെ കുടുംബവും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള DGP ഷേഖ് ദർവേഷ് സാഹിബിന്റെ നീക്കം. മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഡയറിയും DGP നേരിട്ട് പരിശോധിക്കും. അതേസമയം പോലീസിനെതിരെ വീണ്ടും മാമിയുടെ കുടുംബം രംഗത്തെത്തി. അന്വേഷണത്തിന്റെ തുടക്കത്തിൽ പോലീസ് അലംഭാവം കാണിച്ചെന്നും CBIയിലാണ് പ്രതീക്ഷയെന്നും മകൾ അദീബ നൈന 24-നോട് പറഞ്ഞു. അവരുടെ ഫോൾട്ട് തന്നെയാണ്. അവർ നല്ല രീതിയിൽ അതെ നമ്മളോട് പിന്നെ ഇലക്ഷൻ സമയത്ത് വന്ന് CI സാർ നമ്മളോട് പറഞ്ഞു ഒരു ഗോൾഡൻ ഹവേഴ്സ് അവർ നഷ്ടപ്പെടുത്തി എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം ലീക്ക് ആവുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്നാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അന്വേഷണം CBIക്ക് വിടാമെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ ചുമതലയുള്ള മലപ്പുറം SP S ശശിധരൻ DGPക്ക് കൈമാറിയത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജി അടുത്ത മാസം 1-ന് ഹൈക്കോടതി പരിഗണിക്കും. 24, കോഴിക്കോട്. ഇത്തവണത്തെ ഓണം ഉഷാറാക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്കതിലേക്ക് എല്ലാത്തിലേക്കും കടക്കാൻ കഴിയില്ല. ഇടയ്ക്കിടെ അത് വായിച്ചു പോകാം. പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് ഇന്ന് അത്തമാണ്. ഇനിയുള്ള 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂവിളിയും പൂക്കളവും നിറയും. ഈ കാഴ്ചകൾ ചിലപ്പോൾ നമ്മളെ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോകും. അത്തം പിറന്നാൽ പിന്നെ നാട്ടിൻപുറത്തെ സ്ഥിരം കാഴ്ച ഇതായിരുന്നു. പാടത്തും പറമ്പിലും പൂക്കൾ തേടി കുട്ടികൾ നടക്കുകയാണ്. കിട്ടാവുന്ന പൂക്കളെല്ലാം ഇലക്കുമ്പിളിൽ ശേഖരിക്കും. പൂക്കളത്തിൽ ഒരു തുമ്പയെങ്കിലും വേണം. പക്ഷേ ഇന്നിപ്പോൾ നാടൻ പൂക്കൾക്കു പകരം ഇറക്കുമതി പൂക്കൾ സ്ഥാനം പിടിച്ചു. ഇനി 10 ദിവസം കാത്തിരിപ്പാണ്. പുത്തനുടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാം. മുണ്ടക്കൈ, ചൂരൽമല, വിലങ്ങാട് ഈ ദുരന്തങ്ങൾ സമ്മാനിച്ച ആഘാതത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ മുക്തരായിട്ടില്ല. അതിനെ അതിജീവിക്കാനുള്ള കരുത്തും പ്രതീക്ഷയുമാകട്ടെ ഓരോ വീട്ടുമുറ്റത്തും ഒരുക്കുന്ന ഈ പൂക്കളങ്ങൾ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24, കോഴിക്കോട്. മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിൽ വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നടന്നു. നാടൻ കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറയിൽ നടന്നത്. അത്തം നഗറിൽ സ്പീക്കർ AN ഷംസീർ പതാക ഉയർത്തിയതോടെ സംസ്ഥാനത്തെ ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആഘോഷങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക. എന്നാൽ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ മഴ മാറി നിന്നു. പിന്നീട് അത്തം നഗറിൽ സ്പീക്കർ AN ഷംസീർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു.
നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്നതാണ് ഓണം. സമഭാവനയുടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. ബാൻഡ് മേളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും ശിങ്കാരിമേളത്തിന്റെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര, സാംസ്കാരിക കലാരൂപങ്ങൾ, വർണ്ണക്കുടകൾ, പുലിക്കളി, കാവടിയാട്ടം, കരകാട്ടം എന്നിവ ഘോഷയാത്രയ്ക്ക് നിറം പകർന്നു. ആയിരക്കണക്കിന് പേരാണ് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി എത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത്തച്ചമയത്തിന്റെ ഭാഗമായുള്ള ചില പരിപാടികൾ വെട്ടിക്കുറച്ചെങ്കിലും ഘോഷയാത്ര അടക്കമുള്ള ആചാരങ്ങൾക്ക് മുടക്കമില്ല. പതിറ്റാണ്ടുകളുടെ പെരുമയുള്ള അത്തച്ചമയ ഘോഷയാത്രയോടെ ഓണത്തെ വരവേൽക്കുകയാണ് മലയാളികൾ. അടുത്ത 10 നാൾ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ. തൃപ്പൂണിത്തുറയിലെ അത്തം നഗറിൽ നിന്ന് ടീം 24. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചെങ്കിലും എം മുകേഷിനും ഇടവേള ബാബുവിനുമെതിരെ നിയമ നടപടി തുടരാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വൈദ്യപരിശോധനയും ലൈംഗിക പരിശോധനയും നടത്തി നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നിലവിലെ തീരുമാനം. ബലാത്സംഗ കേസ് ചുമത്തുമ്പോൾ സാധാരണയായി സ്വീകരിച്ചു വരാറുള്ള മുഴുവൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മുകേഷിന്റെയും ഇടവേള ബാബുവിന്റെയും അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും ഇരുവർക്കും ജാമ്യം ലഭിക്കും. എന്നാൽ മറ്റ് നിയമ നടപടികളുമായി ഇരുവരും സഹകരിക്കണം. അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. കൂടാതെ ഇരുവരെയും വൈദ്യപരിശോധനയ്ക്കും ലൈംഗിക ശേഷി പരിശോധനയ്ക്കും വിധേയമാക്കും. ഇന്നലെ രാത്രിയാണ് മുകേഷിനും ഇടവേള ബാബുവിനും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നിർണായക റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. വയനാട്ടിൽ ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിനാലാണ് വലിയ ദുരന്തമുണ്ടായത്. ഓറഞ്ച് ബുക്കിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നിട്ടും ശാസ്ത്രീയമായി മഴയുടെ തോത് കണ്ടെത്താനായില്ല. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സംവിധാനമില്ലാത്തതാണ് ദുരന്തത്തിന്റെ ആഴം കൂട്ടിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീടുകളുടെ തറക്കല്ലിടൽ നടക്കുകയാണ്. കോട്ടയം വൈക്കം മറവൻതുരുത്ത് പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന വീടിന് തറക്കല്ലിട്ടു. വൈക്കം കുലശേഖരമംഗലം സ്വദേശി ടോമിച്ചൻ എബ്രഹാമിനാണ് സ്വപ്നഭവനം ഒരുങ്ങുന്നത്. വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിക്കേണ്ടി വന്ന ടോമിച്ചൻ എബ്രഹാമിന് വീടൊരു സ്വപ്നമായിരുന്നു. ജീവിതം കരക്കടുപ്പിക്കാനുള്ള ഓട്ടത്തിനിടെ കടങ്ങളുടെ പടുകുഴിയിൽ വീണു. മക്കളുടെ പഠനമടക്കം കൂലിപ്പണിക്കാരനായ ടോമിച്ചന്റെ വരുമാനത്തിൽ നിന്ന് നടത്തി. ഒടുവിൽ ആകെയുണ്ടായിരുന്ന സ്ഥലവും വീടും നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഈ ദുരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ടോമിച്ചൻ എബ്രഹാമിന് കൈത്താങ്ങാകുന്നത്. വീടും പറയുമ്പോൾ വിറ്റ് കടബാധ്യതകളായി. അപ്പോൾ മൂത്ത മകളുടെ വിവാഹവും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ബാധ്യതയായ കാരണം വീടും വിറ്റ് എല്ലാം വിറ്റ്. ഇപ്പം നിലവിൽ എനിക്ക് വീടുമില്ല, സ്ഥലമൊന്നുമില്ല. ഞാനിങ്ങനെ വിജയം സാറുമായിട്ട് കണ്ടൊരു അപേക്ഷ കൊടുത്ത് അപ്പോൾ 24ൻ്റെ RFൽ എനിക്കൊരു വീട് സാങ്ഷനാക്കി തരാമെന്ന് പറഞ്ഞ് അതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം കിട്ടിയാൽ മാത്രം മതി ദൈവത്തിൻ്റെ. കുലശേഖരമംഗലത്ത് നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഫാദർ ഹോർമിസ് തോട്ടക്കര കല്ലുവെഞ്ചിരിപ്പും പ്രാർത്ഥനയും നടത്തി. കല്ലിടിയിൽ കർമ്മം ടോമിച്ചൻ എബ്രഹാം നിർവഹിച്ചു. മറവൻതുരുത്ത് പഞ്ചായത്ത് അംഗം പോൾ തോമസ്, വൈക്കം മഹാദേവ കോളേജ് മാനേജിംഗ് ഡയറക്ടർ PGM നായർ എന്നിവരും പങ്കെടുത്തു. 24ഉം ചിറ്റിലപ്പള്ളിയും മഹാദേവ കോളേജിൻ്റെ വലിയ സഹായത്തോടെയാണ് ഈ വീട് പണി ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ കഴിയുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കി താക്കോൽ കൈമാറാനാണ് ലക്ഷ്യമിടുന്നത്. 24 കോട്ടയം. തനിക്കെതിരെയുള്ള വീട്ടമ്മയുടെ പീഡനാരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് ഡിവൈഎസ്പി VV ബെന്നി. ഈ വാർത്ത ആദ്യം നൽകിയ ചാനലിന്റെ ഉടമകളാണ് ആരോപണത്തിന് പിന്നിൽ. മുട്ടിൽ മരമുറി കേസിലെ വൈരാഗ്യമാണ് ആരോപണത്തിന് കാരണമെന്നും കേസ് അട്ടിമറിക്കാനാണ് നീക്കമെന്നും VV ബെന്നി 24നോട് പറഞ്ഞു. സമീർ സി മുഹമ്മദിന്റെ റിപ്പോർട്ടിലേക്ക്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി. ആ പരാതിയിലെ ആരോപണ വിധേയനാണ് മുൻ തിരൂർ ഡിവൈഎസ്പി VV ബെന്നി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, എന്താണ് ഈ ആരോപണത്തോടുള്ള പ്രതികരണം? 100% കളവായിട്ടുള്ള ഒരു ആരോപണം. 100% കളവായിട്ടുള്ള ആരോപണം തീർത്തും അടിസ്ഥാനരഹിതം.
1% പോലും അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യങ്ങളും ഉള്ളതല്ല. ഈ സ്ത്രീയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പരാതി ബഹുമാനപ്പെട്ട മലപ്പുറം SP കിട്ടിയ ഒരു പരാതി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും അതുപ്രകാരം അന്വേഷണം നടത്തുന്ന സമയത്ത് ഈ സ്ത്രീ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്നു. ഈ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കേസ് അന്വേഷിക്കാൻ ചെന്ന സമയത്ത് പൊന്നാനി CI അദ്ദേഹത്തെ അവരെ മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി വന്നിരിക്കുന്നു. ആ കാര്യം കൂടി അന്വേഷണം നടത്തുമ്പോഴും അതും കളവാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ ഞാനൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, SP-ക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ ഒരു സംഗതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ ഈ അന്വേഷണം നടത്തിയ ശേഷം SP ഇത് മറ്റൊരു അന്വേഷണം നടത്താൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഈ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് വീണ്ടും അന്വേഷിക്കാൻ വേണ്ടി പറയുകയും സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തിയിട്ട് ഇത് കളവാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണ് കേസ് പരാതി അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നീടെന്നല്ല അതിനു മുമ്പോ അതിന് ഞാൻ നേരിട്ട് ഏതായാലും സ്ത്രീയെ വിളിച്ചിട്ടില്ല. വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ സാധാരണഗതിയിൽ DYSP ഓഫീസിൽ പരാതി അന്വേഷിക്കാൻ വേണ്ടി കോൺസ്റ്റബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആരെങ്കിലും. അവർ ഈ സ്ത്രീയെ വിളിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വരിക എന്നുള്ളതല്ലാതെ നേരിട്ട് പോവുകയോ സംസാരിക്കുകയോ ഞാൻ ഇതുവരെയും അവരോട് നേരിട്ട് ഫോണിലോ അല്ലാതെ സംസാരിച്ചിട്ടില്ല. അന്നൊരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അതുമാത്രമാണ് ആ സ്ത്രീയുമായിട്ടുള്ള ബന്ധമല്ലാതെ യാതൊരു തരത്തിലുള്ള ബന്ധവും ആ സ്ത്രീയുമായിട്ടും ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോൾ ഈ കഥയൊക്കെ പരക്കാനിടയാവുന്ന ഒരു സാഹചര്യം? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഇത് ആദ്യം പുറത്തു വന്ന ചാനൽ എന്ന് പറയുന്നത് ആ ചാനലിൻ്റെ ഉടമസ്ഥർ മുട്ടിൽ മരമുറി കേസിലെ പ്രധാന പ്രതികളാണ്. മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. 2021 ബത്തേരി DYSP ആയിരിക്കുന്ന സമയത്ത് അന്വേഷണം ആരംഭിക്കുകയാണ്. അതിനുശേഷം തുറന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ട്രാൻസ്ഫർ ആയ ശേഷം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി DGP സാർ എന്നോട് പറയുകയും അതിനുശേഷം തിരൂരിൽ താനൂർ വന്നപ്പോഴും ഇതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അന്വേഷണത്തിൻ്റെ നല്ല രീതിയിലുള്ള അന്വേഷണം നടന്നു. ആദ്യമായിട്ട് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് മരത്തിൻ്റെ DNA എടുത്ത് അന്വേഷണം നടത്തിയിരിക്കുന്ന ഒരു കേസാണ്. മരത്തിൻ്റെ പ്രായം എത്രയാണെന്ന് തെളിയിക്കുന്നതിന് ഓരോ മരത്തിൻ്റെയും പ്രായം എത്രയാണെന്ന് തെളിയിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 112ഓളം വളരെ വലിയ വീട്ടിമരങ്ങൾ മുറിച്ച് കടത്തിയ കേസിലെ പ്രതികൾ. ആ രീതിയിൽ അന്വേഷണം നടത്തിയ ഒരു പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെ ആയിരിക്കാം എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിലുള്ള തുടർ നടപടികൾ? എല്ലാ നിയമ നടപടികളും ക്രിമിനലായും സിവിലായുമുള്ള ചെയ്യാൻ പറ്റുന്ന നിയമ നടപടികൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട DGP-ക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കും. ചാനലിൻ്റെ കാര്യങ്ങൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ച് ഒരാളെ തേജോവധം ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ഇതൊരു ക്രിമിനലിസം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കൂടിയാണ്. ഒരു കേസ് കൃത്യമായിട്ട് അന്വേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനെ തേജോവധം ചെയ്ത് അല്ലെങ്കിൽ ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത്തരത്തിൽ അന്വേഷണം നടത്താൻ പാടില്ല എന്ന ഉദ്ദേശത്തോട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് തടയിടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചാനലിൽ കൊടുക്കുന്ന വാർത്തകൾ ഇത്തരത്തിൽ കെട്ടിച്ചമച്ച വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ഏതെങ്കിലും അന്വേഷണത്തെയോ അല്ലെങ്കിൽ ക്രിമിനലുകളെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലാണെങ്കിൽ അതിനെതിരെയും നടപടിയെടുക്കാൻ ഏതൊക്കെ ഏജൻസിയാണുള്ളത് അവിടെയൊക്കെ പരാതി കൊടുക്കാൻ മുമ്പോട്ട് പോകും. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മരമുറി കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടികൾ ഇപ്പോൾ എത്രമാത്രം ആയിട്ടുണ്ട്? അതിൽ പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 281 അത് 43 കുറ്റപത്രങ്ങളാണ് സമർപ്പിക്കേണ്ടത്. അതിലെ 7 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സ്റ്റേജ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അത് കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. ആ കേസൊക്കെ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു നീക്കമായിട്ട് ഇതിനെ കാണുന്നു. ഒരുപക്ഷെ അതുമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനകത്ത് മാറണമെന്നുള്ളതോ അല്ലെങ്കിൽ പിന്മാറണമെന്നോ അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അതിനകത്ത് വിട്ടുവീഴ്ച ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അതൊന്നും ഏതായാലും ഉണ്ടാവില്ല. ഞാൻ മാറിയാലും ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരും കൃത്യമായിട്ട് ആ കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്തുള്ള എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്യേണ്ട എല്ലാ എവിഡൻസുകളും കളക്ട് ചെയ്തിട്ട് തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അതുപോലെ DGP-ക്കും പരാതി നൽകുന്നുണ്ട്. പരാതി നൽകും. ഞാനിപ്പോൾ 2 ദിവസം ലീവാണ്. അതിനുശേഷം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ അത്യാവശ്യം ലീവ് എടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് 2 ദിവസം ഇന്നും നാളെയും കഴിഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കും. ഒരു പകപോക്കലിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം എന്നാണ് DYSP പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും അതുപോലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകും എന്ന കാര്യം കൂടി DYSP VV ബെന്നി വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്ന് ജ്യോതിഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ആദ്യ കിരീടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പുതിയ പരിശീലകൻ മൈക്കിൾ സ്റ്റാറെ. മികച്ച രീതിയിലായിരുന്നു തയ്യാറെടുപ്പുകളെന്നും കൊച്ചിയിലെ ആരാധകർക്ക് മുന്നിൽ കളിക്കാൻ കാത്തിരിക്കുകയാണെന്നും സ്റ്റാറെ പറഞ്ഞു. കൊച്ചിയിൽ നടന്ന ISL മീഡിയ ഡേയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ 6 ടീമുകൾ പങ്കെടുത്തു. ISL 11ാം പതിപ്പിൽ പന്തുരുളാൻ ഇനി ഒരാഴ്ച മാത്രം. ഇന്ത്യൻ ഫുട്ബോളിന്റെ രാജാക്കന്മാരാകാനുള്ള പോരാട്ടത്തിനായി അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ടീമുകൾ.
കഴിഞ്ഞ കാലങ്ങളിലെ വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഇത്തവണ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാനാകുമെന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ മൈക്കൽ സ്റ്റാറെ. We have high expectations. I mean that I know the record from the previous season, and hopefully we can perform better this season. It's a competitive league, many good teams. It's a fine line between winning and losing, but of course we have high expectations, and of course we are still waiting for the trophy. ബംഗളൂരു FC പരിശീലകൻ ജൊറാഡ് സരഗോസ കൂടുതൽ നേരിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ചിരവൈരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ലീഗിനെ വളർത്താൻ ഇത്തരം വൈരങ്ങൾ നല്ലതെന്നായിരുന്നു സരഗോസയുടെ മറുപടി. നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC, ചെന്നൈയിൻ FC, ഹൈദരാബാദ് FC ഗോവ ടീമുകളും കൊച്ചി ആദ്യമായി വേദിയായ ISL മീഡിയ ഡേയുടെ ഭാഗമായി. കൊച്ചിയിൽ നിന്ന് അദീഷിനൊപ്പം അനിൽ വാസുദേവ്, 24. അങ്ങനെ ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർണ്ണമായി ഇവിടെ അവസാനിക്കുകയാണ്.